ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഞാൻ മൂലം അങ്ങയുടെ നാമം ദുഷിക്കാൻ ഇടയാകരുത്. ഞാൻ മൂലം അങ്ങയുടെ നാമം നിന്ദിക്കപ്പെടാൻ ഇടയാകരുത്. ഞാൻ മൂലം അങ്ങ് പരിഹസിക്കപ്പെടാൻ അല്ലെങ്കിൽ പരിഹാസപാത്രമായി തീരാൻ ഞാൻ കാരണമാകരുത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മളെ കർത്താവിന്റെ ശുശ്രൂഷകനാക്കിയിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ആയിട്ട് കർത്താവിന്റെ കൂടെ നിൽക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല. അല്ലെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ള നേരത്തെ പറഞ്ഞില്ലേ 4-ന്റെയോ 8-ന്റെയോ 16-ന്റെയോ 32-ഓ 64-ഓ 128-ഓ 264-ഓ 512-ഓ ഏത് തരത്തിൽ വേണമെങ്കിൽ കിട്ടാം. അല്ലെങ്കിൽ മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ അതൊക്കെ ചെയ്തിട്ടല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഞാൻ അങ്ങനെ പോകണില്ല ഇങ്ങനെ പോകണില്ല എന്ന് പറയും. പക്ഷെ നമ്മള് അത് ദാവീദ് പറഞ്ഞ പോലെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെന്ന് ഞാൻ നേരമണ്ണാണോ എന്ന് നമ്മൾ അറിയണ്ടേ. അതറിയണം. ഞാൻ പറഞ്ഞു നമ്മള് നേരാമണ്ണാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ട് നിൽക്കാമെന്ന് കർത്താവിന്റെ അതിനതിൽ പറയുന്നില്ലേ, എഫെസോസിലല്ലേ പറയുന്നേ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. നമുക്കൊരു ആരുള്ളതുകൊണ്ട്, ഒരു പ്രധാന പുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്. അത് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആത്മധൈര്യമുണ്ട്. അപ്പൊ ആ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്ത് പോയിട്ടുള്ളത്. ഈ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത്. ഈ ആത്മാവ് വസിക്കാൻ ഞാൻ ഒരു തടസ്സവും അതിനുണ്ടാക്കിയിട്ടില്ല, ഒരു പ്രതിബന്ധവും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെതിരായിട്ട് എന്നിൽ നിന്നൊന്നും ഉരുവായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായാൽ മതി. ധൈര്യമായിട്ട് നിൽക്കാൻ കർത്താവിന്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാം. എന്തോന്ന്, കർത്താവേ അത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ ഈ ആത്മാവിനെ രക്ഷിക്കേ, പകരം എന്റെ ആത്മാവിനെ എടുത്തുകൊള്ളുക. അങ്ങനെ ചങ്കുറപ്പോടെ പറയാനുള്ള ചങ്കുറപ്പ് അപ്പയുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു. നീയൊക്കെ എന്താ ഇങ്ങനെയൊക്കെ എപ്പോഴും പറയാൻ പാടുണ്ടോന്ന് ഞാൻ അവനോട് ചോദിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവൻ കോടീശ്വരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. കോടീശ്വരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ അവന്റെ പ്രാർത്ഥന നിർത്താൻ പറഞ്ഞാണത്. അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർത്തിക്കണം, ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ ഈശോയോട് ചോദിക്കും, ഇപ്പൊ തന്നെ കർത്താവിനോട് ചോദിക്കേ. അവൻ അപ്പൊ തത്സമയം അവനോട് ഈശോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആളാണ്. മനസ്സിലായ? സംശയം ഉണ്ടെങ്കിൽ നീ ദൈവത്തോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്ത് മറുപടിയാ പറയണമെങ്കിൽ അത് നീ എന്നോട് പറയാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു ക്ഷണം നേരം കൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു അവനോട്. അവൻ നുണയൊന്നും പറഞ്ഞില്ല. എനിക്ക് ഉറപ്പുണ്ട് അവൻ നുണ പറഞ്ഞിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പൊ തന്നെ പറഞ്ഞു, വേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായ? അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിക്കോളാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ്. കോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ട്. അതിന്റെ കാരണമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ അവനോട് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കാരണമുണ്ട്. എന്തെന്നറിയാം? അവര് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും സമ്പൂർണമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ അവര് സറണ്ടർ ആയിട്ടില്ല. മനസ്സിലായ? അത് ഞാൻ അവനോട് പറഞ്ഞില്ല എന്ന് തോന്നണേട്ടാ. പറഞ്ഞു അവന് അത്യാവശ്യം അവന് മനസ്സിലാവുന്ന രീതിയിൽ വേറെ രീതി പറഞ്ഞു ഞാനത്. അങ്ങനെയല്ല പറഞ്ഞു. അതായത് അവര് വേണ്ട വിധത്തിൽ കർത്താവ്, അതായത് ഇപ്പോഴും അവര് അവരുടെ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവര് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. കർത്താവ് ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഞാൻ എന്റെ സ്റ്റാറ്റസിൽ നിന്നിട്ടാണ് ശരണപ്പെടുന്നത്. മനസ്സിലായ? ഇത് സീക്രട്ടാണ്. മനസ്സിലായ? വീണ്ടും വീണ്ടും ചോദിക്കണം ആവർത്തിച്ച്. മനസ്സിലായെന്ന് ഇല്ലെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ശൈലി മാറ്റി പറയും. എനിക്ക് മനസ്സിലായില്ല എന്നാ.
അതായത് ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് ഞാൻ യേശുവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഏത് തരത്തിലുള്ള സ്റ്റാറ്റസ് ഉള്ളവനാണോ ആ സ്റ്റാറ്റസിൽ നിന്നിട്ടാണ് ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയുന്നത്. താഴുന്നില്ല. ഞാൻ ശരണപ്പെടുന്നു പറഞ്ഞു. ഐ വിൽ ട്രസ്റ്റ് ഇൻ യു ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ശരണപ്പെടുക എന്ന് പറഞ്ഞാൽ സറണ്ടർ ആവലാണ്. ഈ സറണ്ടർ ആവല് ഏത് തരത്തിലാണ്? സറണ്ടർ ആവുക എന്ന് പറഞ്ഞാൽ കാൽപാദത്തിൽ വീഴലാണ്. യാക്കോബ് വീണു. ആരെ? സ്വന്തം ജ്യേഷ്ഠന്റെ കാൽപാദത്തില് യാക്കോബ് വീണു. എങ്ങനെ വീണേ? നിലം പറ്റെ വീണു എന്നാ പറയണ അതിനകത്ത്. ഇപ്പൊ ഞാൻ ആരാധനയിൽ മുമ്പ് എങ്ങനെ ചെയ്യാനാ പറഞ്ഞത്? അതിന് തടസ്സമില്ലല്ലോ എന്ന് ചോദിച്ചില്ലേ? അതാണ് വകുപ്പ്. അപ്പൊ പറയണം, ആ ശിരസ് അവിടെ മുട്ടിക്കുമ്പോ പറയണം, ഈശോയെ ഞാൻ അങ്ങ് ശരണപ്പെടുന്നു, ഈശോയെ എനിക്ക് മറ്റ് അഭയസങ്കേതങ്ങളില്ല കർത്താവെ, അവിടെ നിന്ന് പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം, ഈശോയെ എങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അതെനിക്ക് അളവറ്റ് തരണം ഈശോയെ. കരയണം, കണ്ണ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കണം. തൊണ്ടയ്ക്ക് ഇടറയ്ക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതാണ് സറണ്ടർ ആവല്. ഞാൻ എന്റെ ട്രാവലറിന്റെ മുകളിലാണ് ഞാൻ പോവുള്ളൂ, ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പറയുള്ളൂ എന്നൊന്നും ഞാൻ ഇറങ്ങിക്കൊണ്ട് പറയില്ല. നമ്മൾ നിലത്തിറങ്ങി നിലം പറ്റേ നമ്മൾ ചെറുത് മുട്ടിക്കണം നമ്മൾ കർത്താവിന്റെ സന്നിധിയില്. ആണ് യാക്കോബ് ചെയ്തത്. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ ഇസ്രായേല് നീ ഇനിമേൽ യാക്കോബല്ല, നിന്നെ ഇസ്രായേൽ എന്ന് അറിയപ്പെടും, വിളിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് അവനെ ഈ കാലിനെളിയിൽ തട്ടി കാൽ വിട്ടുപോയി എന്നെ അനുഗ്രഹിച്ചിട്ട് ഞാൻ വിടില്ല എന്ന് പറഞ്ഞപ്പോ കർത്താവ് അനുഗ്രഹിച്ചു. ഇല്ല, ഇനിമേൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ആ ഇസ്രായേലാണ് തന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മുമ്പില് നിലം പറ്റ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം കൊണ്ട് നിലം പറ്റ് ചുംബിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നാ പറഞ്ഞ. അപ്പൊ നമ്മള് അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അങ്ങനെ ചെല്ലാൻ നമ്മൾ തയ്യാറാവുക. കർത്താവ് എന്റെ ദൈവം അവിടുന്നാണ്, എന്റെ രക്ഷകൻ അവിടുന്നാണ്, എന്നെ പരിപാലിക്കുന്ന, എന്റെ ആയുസ്സും ആരോഗ്യവും അറിവും ജ്ഞാനവും എന്റെ ശുശ്രൂഷയും എന്റെ ജീവിതം എനിക്കുള്ളതെല്ലാം അവിടുന്ന് തന്നതാണ് ഈശോയെ. അങ്ങ് തരാത്തതൊന്നും എന്റെ അടുത്ത് വേണ്ട ഈശോയെ. അങ്ങനെ അങ്ങനെ തുറന്നു, നമ്മളങ്ങനെ തുറന്നു പറഞ്ഞു. ആരും വേണ്ട, ഇതൊന്നും അവിടെ ഒച്ചപ്പാടുണ്ടാക്കി പറയണമൊന്നും ഇല്ല കേട്ടാ. ചങ്ക് പൊട്ടി ചങ്കിന്റെ ഉള്ളിൽ നിന്ന് വന്നാൽ മതി, വലിയ ഒച്ച വേണമെന്നൊന്നും ഇല്ല. വേറെ ആൾക്കാരുണ്ടെങ്കിൽ പുറത്തേക്ക് വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിലും ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഹൃദയത്തിൽ സ്തുതിക്കാൻ പറഞ്ഞ ഓർമ്മയില്ലേ? ആദരം തുറക്കാതെ ഹൃദയത്തിൽ സ്തുതിക്കാൻ പറഞ്ഞ പോലെ അതുപോലെ പറഞ്ഞാൽ മതി. വാ തുറക്കാണ്ട് പറഞ്ഞാൽ മതി. കർത്താവിന് അത് കേൾക്കാൻ പറ്റും. ആ ഉറപ്പുണ്ട് എനിക്ക്. ക്ലിയറായോ? അപ്പൊ നമുക്ക് പിരിയാം. അതാണ് പറയാൻ വന്നത് ഞാൻ. അപ്പോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവന്ദനം. ഹാവേ മരിയ ഇമ്മാനുവൽ. ഇന്ന് നല്ലൊരു ശുശ്രൂഷയായിട്ട് എനിക്ക് തോന്നി കേട്ടാ. ഇന്നത്തെ സംസാരേ നല്ലൊരു ശുശ്രൂഷയായിട്ട് തോന്നി ഇന്ന്. അപ്പൊ അത് എന്താ പറയാ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിയില്ല, സാധിക്കില്ല എന്ന് വരികില് ഈശോ നമ്മളെ കൂടെ അധ്വാനിച്ചു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഫീൽ ആവണത്. അപ്പോ എല്ലാറ്റിനും ഈശോയെ അങ്ങ് അനുവദിച്ച ഈ മണിക്കൂറുകളെ ഓർത്ത്, ഈ ദിവസത്തെ ഓർത്ത്, കർത്താവ് ഈ ആഴ്ച, ഈ മാസത്തെ, ഈ പതിറ്റാണ്ടിനെ ഓർത്ത്, കഴിഞ്ഞതും വരാനിരിക്കുമായിട്ടുള്ള പതിറ്റാണ്ടുകളെ, നൂറ്റാണ്ടുകളെ ഓർത്ത്, ഈ നൂറ്റാണ്ടിനെ ഓർത്ത് കർത്താവെ അങ്ങ് ഞങ്ങളുടെ വിശ്വംഭരന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് യേശുനാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ഏകദൈവത്തിന് അനന്ത കോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം എന്ന് അനന്തകോടി പ്രാവശ്യമായിട്ട് ചൊല്ലിൽ ഘോഷിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. ഈശോയെ പരിശുദ്ധാത്മാവിന്റെ അണപൊട്ടിയൊഴുകുന്ന ഒരു ഉറവയാക്കി എന്നെ എന്റെ പ്രിയപ്പെട്ടവരും വിശ്വംഭരനെയും രൂപകൽപ്പന ചെയ്യണമേ. വിശുദ്ധാത്മാക്കളുടെ ഒരു സങ്കേതമാക്കി എന്നെ എന്റെ പ്രിയപ്പെട്ടവരും വിശ്വംഭരനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ മറ്റാരിലും ആശ്രയിക്കുന്നില്ല, അങ്ങ് മാത്രമാണ് ഞങ്ങളെ കർത്താവ് എന്ന് ഞങ്ങൾ ഈശോയാനന്ദ പ്രാവശ്യം ചൊല്ലിൽ ഘോഷിക്കുന്നു, പ്രഘോഷിക്കും, പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും
മരിച്ചവരിൽ ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് അതിനെ കൊണ്ട് ഏറ്റുപറയും ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ ശരീരം ധരിച്ചതാത്മായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ അനന്ത ശക്തിയോടെ വ്യാപരിച്ച് അനേകർക്ക് പ്രകാശമായി മാറുവാൻ ഈശോയെ പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് അനേകർക്ക് പ്രകാശമായി മാറിയ യേശു ക്രിസ്തുവിനെ പോലെ യേശു ക്രിസ്തുവിന്റെ സവിധത്തിൽ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശമായി മാറുവാൻ എന്നെ എന്റെ പ്രിയപ്പെട്ട വിഷ്ണു പയറിനെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈശോയെ അങ്ങ് അടുത്ത് വന്ന് കർത്താവെ എന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഇടവരുന്ന എല്ലാ ഇടങ്ങളിലും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹിക്കുമെന്ന് അരുളിച്ചത് കർത്താവെ. ഇന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ അങ്ങ് അടുത്ത് വന്ന് വ്യക്തിപരമായി ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങിൽ ശരണപ്പെട്ട് അടിമവെച്ച് പൂർണ്ണമായിട്ട് പരിപൂർണ്ണ സമ്പൂർണ്ണമായിട്ട് അങ്ങേക്ക് പൂർണ്ണമായിട്ട് പരിപൂർണ്ണ സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ദാസരോട് മക്കളോട് സ്നേഹിതരോട് കർത്താവ് അവിടുന്ന് കൃപ ചെയ്യുമാറാകട്ടെ. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവെ സഹായിക്കണേ കർത്താവ്. ഞങ്ങളെ ഞങ്ങളുടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവ് കൃപ ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാ ഏകദൈവമേ അനുഗ്രഹിക്കുന്ന അനുവദിക്കുന്ന അഭിഷേകം ഞാൻ കൃപയാൽ ഒരുക്കണമേ. യേശുനാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ. ഹിമാലയ. ദൈവമേ, അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. ആ സങ്കടങ്ങളുടെ ദിവസങ്ങളുടെ കഷ്ടസമയത്ത് തന്നെ ദൈവം വിളിച്ച് ഹൃദയങ്ങളറിയും ദൈവം ഇവനെ തൊട്ടു വചനം പ്രാർത്ഥിച്ച് ദൈവമേ കഴിവില്ലായ്മയിലെ ടീച്ചറുടെ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പറഞ്ഞു തെറ്റുകൾ ക്ഷമിക്കണം ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു. സംഗീതം 32 പാവടത്തിലേക്ക് പറയുന്ന പറഞ്ഞു അപ്പൻ്റെ പാവടത്ത് ക്ഷമിച്ചു. പിന്നെ അനുവദിച്ച സമയത്തോട് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്ത പരിപാലനയോട് നന്ദി പറയുന്നു. ഞാൻ അവിടെയും ഇങ്ങനെ ആ അമ്മച്ചിയോട് സംസാരിച്ച വിഷയം ഇത് തന്നെയായിരുന്നു. അപ്പൊ അമ്മച്ചിക്ക് ഒരു പ്രശ്നം പറ്റിയപ്പോൾ ഇന്നലെ മെസ്സേജ് ദൈവം തന്നു. അപ്പൊ അമ്മച്ചി ഇന്ന് വിളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരുന്നത് ആദ്യം. അപ്പൊ ഇന്നിവിടെ ഈ കമ്പനി ഒരു വർഷം കൊണ്ട് ബ്രദറുടെ ദൈവം ഇടപെട്ട് നമ്മളെ അവയവങ്ങൾ അതിന് മതിലില്ലേ തമ്മില് നിങ്ങളെല്ലാം നിങ്ങൾ യേശുക്രിസ്തു ശരീരത്തിലെ അവയവങ്ങളാണെന്ന് പറയത്തില്ലേ ആ ഒരു വചനഭാഗം ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ബ്രദർ ആ ടൈമിൽ എന്നെ വിളിച്ചു. ബ്രദറിനോട് പരിശുദ്ധാത്മ ഇടപെട്ട് പിന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തന്നു. എന്റെ കഴിവില്ലായ്മയെ പൂർണ്ണ പരിപൂർണ്ണ സമ്പൂർണ്ണ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങയുടെ നാമം ഉപേക്ഷിക്കാൻ ഇടയാവരുത് ഈ മകനിലൂടെ. കാരണം ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് കർത്താവ്. ഈശോ ശരിയായിരിക്കട്ടെ. പരിശുദ്ധാത്മ വന്ദനം. ആവേ മരിയ. ഇമ്മാനുവേൽ. അത് ഒരു മിനിറ്റ് പോലെടാ. സങ്കീർത്തനം 116 എടുത്തൊന്ന് വായിക്കാൻ. കൃതജ്ഞത. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്റെ പ്രാർത്ഥന സ്വരം അവിടുന്ന് ശ്രവിക്കും. അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു. ഞാൻ ജീവിതകാലം മുതൽ അടുത്ത് വിളിച്ചപേക്ഷിക്കും. മരണത്തിന് എന്നെ വലയം ചെയ്ത് പാതാള പാശങ്ങളെ ചുറ്റി ദുരിതവും തീവ്രവേദനയെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവിനെ യാചിക്കുന്നു. എന്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാമേൻ. വലിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ ഉണ്ടല്ലോ. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കും. എന്റെ ആത്മാവിനെ ഈ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. ആമേൻ. അവിടെ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്ന നാട്ടിൽ കർത്താവിന്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തരായി ഞാൻ പറഞ്ഞു. കർത്താവിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ച നിറവേറ്റും. തന്റെ വിശുദ്ധന്റെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവ് ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിന്റെ പുത്രനും തന്നെ. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ആമേൻ. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയിൽ അർപ്പിക്കും. ആമേൻ. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ച നിറവേറ്റും. കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണത്തിൽ ജെറുസലേമിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. അപ്പ അത്യുന്നത ദൈവത്തിന് യേശുനാമത്തിൽ അനന്തകോടി നന്ദി, സ്തുതി, സ്വത്രം, ആരാധന, മഹത്വമെന്ന് അനന്തകോടി പ്രഘോഷിക്കുന്നു. ലഭിച്ച വചനത്തോർത്ത് അനന്തകോടി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവർ നന്ദി പറയുന്നു.
യേശുവെ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു. അപ്പൊ പിതാവ് പ്രഭുഷമേ പിതാമത്തിന്റെ ശുദ്ധമായ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്ന അഭിഷേകനെ കൃപയാലോചന ഒന്നും കൂടി സമാധാനത്തിലൊന്ന് വായിച്ചു നോക്കിയുള്ള കേട്ടാ. ആ വായിക്കാം. ഓക്കെ. ബ്രദറിന് എന്താ മനസ്സിലായി? ബ്രദറിന് എന്താ പിടികിട്ടിയ? എന്ത് അല്ല വായിക്കാൻ പറയുമ്പോഴേ വായിക്കാൻ പറഞ്ഞപ്പോഴാ ആ എനിക്ക് വേറെന്തോ പറയാനുണ്ടെന്ന് തോന്നി. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വചനം ഇങ്ങനെ കടന്നു പോണു. സങ്കീർത്തന പുസ്തകമാണ് കടന്നു പോയത്. അപ്പൊ ഇത് വായിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അത് ബ്രദറിന് കട്ടറിയല്ലോ. ബ്രദറിനോട് പറഞ്ഞില്ലേ? ബ്രദറിലൂടെ പരിശുദ്ധാത്മാവിന് പറയുന്നുണ്ടല്ലോ. ബ്രദറിലൂടെ ആ എണ്ണോ എന്ന് പറയോ? ഒരു ആശ്വാസത്തിന് വേണ്ടി. എണ്ണോ? ആ അത് എന്നോട് പറഞ്ഞ കാര്യം ആണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒന്ന് ചോദിക്കുവാ. അതെ, അത് നമ്മൾ വ്യഗ്രതപ്പെടണ്ട. അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്ന നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞു. അത് തരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനും പറഞ്ഞു. ആ എന്നിട്ടും പിന്നെ നമ്മൾ പിന്നെ ഈ എന്താ പറയാ, നമ്മള് എന്നെ കൊണ്ടല്ല പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് നിർബന്ധിപ്പിക്കണം. മനസ്സിലായ? അപ്പൊ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. അപ്പൊ ഈശോ അനുവദിക്കുന്ന സമയത്ത് അത് നമുക്ക് കിട്ടട്ടെ. അങ്ങനെ വിട്ടുകൊടുക്കുക കേട്ടോ. ആമീൻ. ഹല്ലേലൂയ. നന്ദി ഈശോയെ. ആമീൻ.